ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലണേ. ഞാനും എൻ്റെ മലായികത്തുകളും ചെയ്യുന്ന പ്രവർത്തനമാണ്, അതുകൊണ്ട് നിങ്ങളും ചെയ്യണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ചെയ്യുന്ന പ്രവർത്തനമാണ്, നിങ്ങളും ചെയ്യണേ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ഏക ഒരു വിഷയം അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്താണേ മുഅ്മിനീങ്ങളെ. സ്വലാത്ത് ഒരു ഹരമാകണേ, സ്വലാത്ത് ഒരു ആനന്ദമാകണേ, സ്വലാത്ത് ജീവിതത്തിന്റെ ഭാഗമാകണേ, സ്വലാത്ത് സർവത്തിനും പരിഹാരമാണ്. സ്വലാത്ത് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്ന, അല്ലാഹു നമുക്ക് തന്ന കൻസും മിൻ കുനൂസില്ല, അല്ലാഹു തന്ന വലിയ നിധിയാണ്, വലിയ സമ്മാനമാണ്. ആ സ്വലാത്തിന്റെ ആളുകളായി ജീവിച്ചോ. ആ സ്വലാത്ത് നമുക്ക് പരിചയമാണ്. ഏത് വൃത്തികേടുകളിലേക്കും ഏത് വിപത്തുകളിലേക്കും ഏത് ദുരന്തങ്ങളിലേക്കും അടുക്കുമ്പോ അതിൽ നിന്ന് തടയിടാനുള്ള വലിയ വഴിയാണ് അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ. അദിമിസ്സലാത്ത് അലൽ ഹബീബി മുഹമ്മദി ഫഖബൂലുഹാ ഹത്മൻ ബിദൂനി തറദ്ദുദി. അഅമാലുനാ بين القبول وردها إلا الصلاة على الحبيب محمد. ഏത് അമലുകളും സ്വീകരിച്ചെന്ന് വരാം, ഏത് അമലുകളും സ്വീകരിച്ചില്ലെന്ന് വരാം. ബൈനൽ ഖബൂലി വറദ്ദിഹാ, ചിലത് ഖബൂൽ ചെയ്തെന്ന് വരാം, വറദ്ദിഹാ ചിലത് അല്ലാഹു തട്ടിക്കളഞ്ഞു എന്ന് വരാം. പക്ഷേ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു അമല് സ്വലാത്തു അലൻ നബിയിൽ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്താണേ മുഅ്മിനീങ്ങളെ. സ്വലാത്ത് ധാരാളമായി ചൊല്ലണേ. കയ്യിലൊരു തസ്ബീഹ് മാല പിടിക്കാം, ഒരു കൗണ്ടർ പിടിക്കാം. ആളുകൾ അഭിപ്രായം പറയട്ടെ, പറയാതിരിക്കട്ടെ. ആളുകൾ കാണുമോ കാണില്ലയോ എന്നത് വിഷയമല്ല. ഓ പ്രിയപ്പെട്ട ഉമ്മ, പെങ്ങളെ, സഹോദരി, നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു തസ്ബീഹ് മാല വേണം, ഒരു കൗണ്ടർ വേണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് അതിങ്ങനെ നിത്യമായി ചൊല്ലണം. അങ്ങനെ സ്വലാത്ത് ചൊല്ലി ചൊല്ലി സ്വലാത്തിന്റെ ആളുകളായി ജീവിച്ച് സ്വലാത്തിലൂടെ നമുക്ക് മരിക്കണം. അല്ലാഹ് നീ തൗഫീഖ് നൽകണേ, അല്ലാഹ് നീ തൗഫീഖ് നൽകണേ, അല്ലാഹ് നീ തൗഫീഖ് നൽകണേ, അല്ലാഹ്. ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെക്കുകയാണ്, അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു അയാളുടെ നാവ് സ്വലാത്ത് ചൊല്ലുന്ന നാവാക്കുന്നതാണ്. ഒരാളെ കൊണ്ട് അല്ലാഹു ശർറാണ് ഉദ്ദേശിച്ചതെങ്കിൽ അയാൾക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയൂല. സ്വലാത്തിനോട് വൈമനസ്യമാണ്, സ്വലാത്തിനോട് നീരസമാണ്, സ്വലാത്തിനോട് വെറുപ്പാണ്. സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നില്ല. സ്വലാത്ത് ചൊല്ലുമ്പോഴേക്കും മടിപ്പ് വരികയാണ്, സ്വലാത്ത് ഭാരമായി തോന്നുകയാണ്, സ്വലാത്തിൽ ലദ്ദത്ത് കണ്ടെത്താൻ കഴിയുന്നില്ല. അല്ലാഹു അയാളെ കൊണ്ട് ശർറ് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നന്മ ഉദ്ദേശിച്ച ആളാണോ അയാളുടെ നാവിന്റെ തുമ്പത്ത് സദാസമയവും സ്വലാത്ത് തന്നെ. ശഅബാൻ ഇത് സ്വലാത്തിന്റെ വാർഷിക മാസമാണ്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തട്ടെ, നമ്മൾ ധാരാളം സ്വലാത്ത് ചൊല്ലണം, സ്വലാത്ത് ചൊല്ലുന്നവരാകണം. നമ്മുടെ മക്കളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കണം. നല്ല സമ്മാനങ്ങൾ പ്രഖ്യാപിക്കാം, നല്ല ഗിഫ്റ്റുകൾ കൊടുക്കാം. ഇത്ര സ്വലാത്ത് ചൊല്ലിയാൽ മോനെ നിനക്ക് ഇത്ര സമ്മാനം തരും, നിന്നെ
നിന്നെ ഞാൻ മദീനത്തേക്ക് കൊണ്ടുപോകും. ഇതേ നാടിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് ഞാൻ ചെന്നപ്പോ ബിലാൽ എന്ന് പറയുന്ന ചെറിയൊരു പൊന്നുമോൻ, ആ പൊന്നുമോനോട് ഉമ്മ പറഞ്ഞു, ഉപ്പ പറഞ്ഞു, മോനെ നീ 3 ലക്ഷം സ്വലാത്ത് ചൊല്ലിയിട്ട് ആ സന്തോഷം ഞങ്ങൾ അറിയിച്ചാൽ ഇന്ന് ഞങ്ങൾ മദീനത്തേക്ക് കൊണ്ടുപോകും. ആ മകൻ ചൊല്ലി 3 ലക്ഷം പൂർത്തിയായപ്പോ മകനെ ഉപ്പയും ഉമ്മയും മദീനത്തേക്ക് കൊണ്ടുപോവുകയാണ്. സമ്മാനങ്ങൾ പലതും നൽകാമല്ലോ, നമ്മളെപ്പോഴും അതെ പേടിപ്പിച്ചു നിർത്തേണ്ടവരല്ല. കാലം മാറി കോലം മാറണമെന്ന് പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ നല്ലത് ചെയ്യാം, നല്ലത് ചിന്തിക്കാം, നല്ലതിന് പ്രോത്സാഹനം നൽകാം. സ്വലാത്തിന്റെ ആളുകളായി മക്കളെ വളർത്താം. സ്വലാത്തുമായി ബന്ധമുള്ള ഒരു മോനായാൽ ഒരു മോളായാൽ ആ മകൻ പിഴച്ചു പോകൂല, ആ മകള് പിഴച്ചു പോകൂല, ആ മകൻ അതേ ഡ്രഗ്സിന്റെ അടിമയാകൂല, ആ മകള് ഡ്രഗ്സിന്റെ അടിമയാകൂല. ആ മകനെ കുറിച്ച് മകളെ കുറിച്ച് മോശമായ ഒരു വർത്തമാനവും കേൾക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഹൃദയാന്തരങ്ങളിൽ മക്കളുടെ ഖൽബുകളിൽ അവരുടെ ഹൃദയാന്തരങ്ങളിൽ വളരട്ടെ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്വലാത്തുകൾക്ക് നീ, ഞങ്ങളുടെ നാവുകൾക്ക് നീ സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്നെ അല്ലാഹു ശർറിന് വേണ്ടി സൃഷ്ടിച്ചതാണെന്ന് മനസ്സിലാക്കാതെ എന്നെ അല്ലാഹു സൃഷ്ടിച്ചത് ഖൈറിന് വേണ്ടിയാണ്. അതിന് ഞാൻ ചെയ്യേണ്ടത് എന്റെ നാവ് സദാസമയവും സ്വലാത്ത് കൊണ്ട് മുഖരിതമാകണം, സ്വലാത്ത് കൊണ്ട് നനയണം, സ്വലാത്ത് കൊണ്ട് എന്റെ നാവ് പച്ചയാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വലാത്ത് ധാരാളമായി ചൊല്ലണം. സ്വലാത്ത് ഒരു ഹരമാണ്, സ്വലാത്ത് ഒരു ആവേശമാണ്. നിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാത്തിനും പരിഹാരം അല്ലാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചു. മുത്തു റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ആ സ്വലാത്ത് ധാരാളം ചൊല്ലണം. ഒരു ദിവസം ഞാൻ സ്വലാത്ത് ചൊല്ലിയ ആളാണ് എന്ന് പറയണമെങ്കിൽ അയാൾ ചുരുങ്ങിയത് 300 സ്വലാത്തെങ്കിലും ചൊല്ലണമെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. ഞാനൊരു സ്വലാത്ത് ചൊല്ലിയ ആളാണ്. ഒരു 10 സ്വലാത്ത് 20 സ്വലാത്ത് ചൊല്ലി അതിന്റെ കൂലി കിട്ടും. പക്ഷേ ഞാൻ ഇന്ന് സ്വലാത്ത് ചൊല്ലി എന്ന് ഒരാൾക്ക് ധൈര്യപൂർവം ഒരാൾക്ക് പറയണമെങ്കിൽ അയാൾ 300 സ്വലാത്ത് ചുരുങ്ങിയത് ചൊല്ലും. ആ സ്വലാത്ത് നമുക്ക് സമയബന്ധിതമായി ചൊല്ലി തീർക്കാമല്ലോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ വൽ ഖാതിമ ലിമാ സബഖ വന്നാസിറിൽ ഹഖ് ബിൽ ഹഖ്